പ്രിയമുള്ളവരെ, ജീവിതത്തിൽ യേശുവിനെ അറിയാതെ, യേശുവിൻ്റെ സ്നേഹമെന്തെന്നറിയാതെ അവനിൽ നിന്ന് ഏറെ അകന്ന് ജീവിച്ച ഒരു കാലഘട്ടങ്ങൾ കഴിഞ്ഞ് തൻ്റെ സ്വന്തം വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടി, യേശുവിനെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി വീണ്ടും സ്വീകരിച്ച് ഇന്ന് കർത്താവിന് വേണ്ടി സാക്ഷിയായി ജീവിക്കുന്ന വ്യക്തിയാണ് റോബിൻ ആൻ്റണി. സ്വന്തം ജീവിതത്തിൽ എങ്ങനെയാണ് യേശുവിനെ കണ്ടുമുട്ടിയത്? തൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം യേശുവിലേക്ക് കടന്നു വന്നപ്പോൾ യേശു നൽകി അവൻ്റെ ജീവിതത്തെ വീണ്ടും എപ്രകാരം അനുഗ്രഹിച്ചു. റോബിൻ്റെ ജീവിത സാക്ഷ്യത്തിലൂടെ ഇന്നും ജീവിക്കുന്ന കർത്താവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്രകാരമാണ് ഇടപെടുന്നത്, ഒരു മാനസാന്തര അനുഭവം നൽകി എങ്ങനെ വ്യക്തി ജീവിതത്തെ ദൈവം വീണ്ടും അനുഗ്രഹിക്കുന്നു എന്ന സാക്ഷ്യമാണ് നമ്മളിപ്പോൾ റോബിനിലൂടെ കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവർ, എൻ്റെ പേര് റോബിൻ എന്നാണ്. എൻ്റെ വീട് കൊച്ചിയിൽ കണ്ണമാലിക്കടുത്ത് ചെറിയ കടവ് എന്നൊരു സ്ഥലത്താണ്. ഞാൻ സെൻറ്റ് ജോസഫ് എന്നാണ് എൻ്റെ ഇടവകയുടെ പേര്. ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. ഈശോയെ അനുഭവിച്ച് ജീവിക്കുവാൻ ദൈവം നൽകിയ വലിയൊരു പുണ്യപ്പെട്ട ഒരു ജീവിതമായിട്ട് ഞാൻ ഈ ജീവിതത്തെ കാണുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 35-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് എന്നെ വേർപെടുത്തുവാൻ സാധിക്കും? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് എന്നെ വേർപെടുത്തുവാൻ സാധിക്കും? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ അറിയാത്തൊരു ജീവിതം എനിക്കുണ്ടായിരുന്നു. ക്രിസ്തുവിനെ അറിഞ്ഞു കിട്ടിയ ഒരു ജീവിതമുണ്ട്. ഇപ്പോൾ ക്രിസ്തുവിനെ അനുഭവിക്കുന്ന ഒരു ജീവിതമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഒരു നിമിഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഓരോരുത്തരിലും നിറയുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നമ്മളിൽ കത്തിപ്പടരുവാൻ, ആ പിതാവായ സ്നേഹത്തെ അനുഭവിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് തുറക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് സ്പർശിക്കുവാൻ തക്കവിധം, ഇതിൻ്റെ ആത്മാവൊന്ന് തൊടുവാൻ തക്കവിധം ഒന്ന് തുറന്നുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളൊന്ന് അടച്ച് നമ്മുടെ ജീവിതത്തിൽ നിരവധിയായ അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ഒപ്പം നടക്കുന്ന ദൈവത്തോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ഒന്ന് പറയാമോ? പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ, എന്നിൽ വന്ന് നിറയണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, എൻ്റെ കൂടെ നടക്കണമേ. പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിലായിരുന്നില്ല ഞാൻ ജീവിച്ചത്. ഒത്തിരി പാപത്തിന് അടിമപ്പെട്ട്, തിന്മയ്ക്ക് അടിമപ്പെട്ട ഒരു ജീവിതം. എൻ്റെ ജീവിതം പറയുകയാണെങ്കിൽ, എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ കണ്ടത് മദ്യപാനിയായ എൻ്റെ അപ്പച്ചൻ, നിരന്തരം മദ്യപിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കുടുംബനാഥൻ, ഇതിൻ്റെ ഇടയിൽ വേദനിക്കുന്ന ഒരു ഭാര്യ, മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരമ്മ, മദ്യപിച്ച് വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അപ്പച്ചനോട് ഞാൻ ചോദിക്കാറുണ്ട്, അപ്പച്ച എന്തിനാണ് ഇങ്ങനെ മദ്യപിക്കുന്നത്? അപ്പച്ചൻ പറയും, ഇന്ന് ഒത്തിരി പണിയുണ്ടായിരുന്നു, ക്ഷീണമായിരുന്നു, അസ്വസ്ഥയായിരുന്നു, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കും. കുട്ടിയായിരുന്ന എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ ആദ്യം മദ്യപിക്കണം. അതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ മദ്യപാനം ഒരു ശീലമാക്കി ഞാൻ മാറ്റി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ 13-ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വന്ന് ആദ്യമായി കഴിക്കുന്നത് മദ്യമാണ്.
ഇതൊരു തിന്മയാണ് എന്നുള്ളൊരു ബോധ്യം, അറിവ് എനിക്കില്ല. എന്നിൽ ദൈവത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടില്ല, ദൈവത്തെക്കുറിച്ചുള്ള സ്നേഹമില്ല, ദൈവത്തെ അറിയാൻ പാടില്ല, ദൈവചിന്തകളില്ല. ഞാൻ കാണുന്നുണ്ട് എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളിങ്ങനെ വളർന്നു തുടങ്ങുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു നല്ല കുടുംബത്തെക്കുറിച്ചുള്ളൊരു സ്വപ്നമുണ്ട്, നല്ലൊരു കുടുംബം. പക്ഷേ അപ്പൻ്റെ മദ്യപാനം കൊണ്ട് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ്. നിരന്തരം ഉപദ്രവിക്കുന്നു, ഒത്തിരി വേദന തിന്നുന്ന അവസ്ഥ. അമ്മ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം? ഇതിനേക്കാളും നല്ലത് എവിടെയെങ്കിലും പോയി ചത്തു കളയുന്നതാണ്. പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ചു, അത് ആഗ്രഹിച്ചു, അതനുസരിച്ച് പ്രവർത്തിച്ചു. പക്ഷേ ആത്മഹത്യ ചെയ്യാൻ സാധിച്ചില്ല. അമ്മ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ദൈവം തന്ന 2 ആൺമക്കൾ ഉണ്ട്. എൻ്റെ വീട്ടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അപ്പൻ, അമ്മ, 2 ആൺമക്കൾ. ഞാൻ മൂത്ത മകനാ. എൻ്റെ ഇളയ ഒരാൾ കൂടിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ബിബിൻ എന്നാണ്. ഈ മക്കളെ വളർത്തുവാനായിട്ട് അമ്മ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ഈ മക്കളുടെ ഭാവിയെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മരിക്കുവാൻ ഈ അമ്മക്ക് താല്പര്യമില്ല. ജീവിതത്തിലുള്ള സഹനങ്ങളും പ്രശ്നങ്ങളും ഏറ്റെടുത്തുകൊണ്ട് കഷ്ടപ്പെട്ട് ഇവരെ വളർത്തിയെടുക്കുവാനായിട്ട് ശ്രമിച്ചു. ഒരു 19 വയസ്സുകാരൻ ഒരു ദിവസം മദ്യപിച്ച് ലക്കുകെട്ട് വീടിൻ്റെ മുമ്മറപ്പടിയിലോ ഛർദ്ദിച്ച് കിടക്കുന്ന ഒരു കാഴ്ച എൻ്റെ അമ്മ കണ്ടു. അന്ന് എന്നോട് പറഞ്ഞു, മോനെ, ഇങ്ങനെ നീ ജീവിച്ചു തുടങ്ങിയാൽ ഞാൻ ജീവിച്ചിരിക്കത്തില്ല. വീണ്ടും അമ്മ ഈ സഹനങ്ങളൊക്കെ കടിച്ചു പിടിച്ച് ജീവിക്കാൻ തുടങ്ങി. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ആരുടെയും ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ജീവിച്ചു പോന്നു. എനിക്കൊരു 22 വയസ്സുള്ള സമയത്ത് ഒരു ദിവസം എൻ്റെ അമ്മ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, മോനെ, നീ ഇങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുത്, നീ ഇങ്ങനെ അസ്വസ്ഥതയിൽ എപ്പോഴും ഉണ്ടാക്കരുത്. കാരണം എന്താണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ, ഈ 22 വയസ്സുകാരനായ ഞാൻ ഒരുപാട് പോലീസ് കേസുകളിൽ പെട്ടു. മദ്യപാനം, കഞ്ചാവ്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. തെറ്റായ ഒത്തിരി കൂട്ടുകെട്ടുകളുണ്ടായിരുന്നു. കുടുംബത്തിൽ അമ്മയ്ക്ക് ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ മക്കളായിരുന്നു. പക്ഷേ ഈ മക്കളുടെ ഈ ദുർനടപ്പ് കൊണ്ട് അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് അവർ പറഞ്ഞു, മോനെ, ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ ആത്മഹത്യ ചെയ്യും. ഞാൻ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ആത്മഹത്യ ചെയ്യുമെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി ചത്ത് കളയുക. അമ്മ പറഞ്ഞു, ഞാൻ ചത്തു തരാം. ഞാനാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നമെങ്കിൽ ഞാൻ ചത്തു തരാം. അമ്മ പറഞ്ഞു, മോനെ, ഇന്നലെ നിൻ്റെ അപ്പൻ എന്നെ വന്ന് എനിക്ക് തന്ന ഒരു സമ്മാനമുണ്ട്, നിനക്ക് കാണണോ എന്ന് പറഞ്ഞ് ഉടുപ്പിൻ്റെ ഈ ഭാഗത്ത് അല്പം മാറ്റിയിട്ട് ഈ തോളത്ത് ഒരു കറുത്ത പാട് കാണിച്ചു തന്നു. എന്തോ കൊണ്ട് അമ്മയുടെ തലക്കടിച്ചതാ, എന്തോ ഇരുമ്പോ കമ്പിയോ കൊണ്ട് അടിച്ചതാണ്. പക്ഷെ ആ അടി അമ്മയുടെ തല കൊണ്ടില്ല, ഷോളറിൽ കൊണ്ടു. അതൊരു കറുത്ത പാടായി ഇങ്ങനെ കിടക്കുക. എന്നോട് പറഞ്ഞു, നിന്റെ അപ്പനിൽ നിന്നും എനിക്കൊരു സന്തോഷമോ സമാധാനമോ കിട്ടിയിട്ടില്ല. മക്കളായ നിങ്ങളിൽ നിന്നെങ്കിലും ഒരു സന്തോഷം കിട്ടും എന്ന് വിചാരിച്ച് വലിയ പ്രതീക്ഷയോടെ ഞാൻ ജീവിച്ചത്. ഇപ്പോൾ എനിക്കത് നഷ്ടപ്പെട്ടു. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ജീവിക്കണമെന്നില്ല, ഞാൻ ആത്മഹത്യ ചെയ്യും. ഞാൻ പറഞ്ഞു, നിങ്ങൾ കൂടുതൽ വർത്തമാനമൊന്നും പറയാൻ നിൽക്കണ്ട, പോയി ചാകാൻ പറഞ്ഞു. ഇവർ വേഗം അങ്ങ് പോയിട്ട് എൻ്റെ വീട്ടിൽ, അപ്പോൾ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ നിൽക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ്. ഇവർ പിന്നിലെ വാതിലൊക്കെ അടച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു 5 ലിറ്റർ മണ്ണെണ്ണ എടുത്ത് അങ്ങ് തലയിൽ കൂടെ അങ്ങ് ഒഴിച്ചു. മണ്ണെണ്ണയെ കുളിച്ച് നിൽക്കുന്ന ഈ അമ്മ ഉടനെ തീപ്പെട്ടി അന്വേഷിക്കുന്നുണ്ട്. അടപ്പിൻ്റെ ഭാഗത്ത് പല സ്ഥലങ്ങളിലും തീപ്പെട്ടി അന്വേഷിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു കൊള്ളി ഉരച്ച കത്തിയാൽ മാത്രം മതി, ബാക്കി എല്ലാം റെഡിയാണ്. എനിക്ക് വലിയ സന്തോഷമായി ഇതിങ്ങനെ കണ്ടുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുക. ഇവരിപ്പോൾ ചാകുമല്ലോ, ഈ ശല്യം ഇപ്പോൾ തീരുമല്ലോ. ഞാൻ നോക്കുമ്പോൾ അവിടെ തീപ്പെട്ടി ഒന്നും കാണാനില്ല. അപ്പം എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നത്, ഇവർ യഥാർത്ഥത്തിൽ ഇങ്ങനെ ചാകാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഇവർ കാണിക്കുന്നത്. ഇവരിങ്ങനെ ഒന്ന് ഭയപ്പെടുത്തുമ്പോൾ മക്കളായ നമ്മളത് ഭയന്ന് അമ്മയുടെ ചിലപ്പോൾ കാലൊന്ന് പിടിച്ച് ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ ഒരു ധ്യാനത്തിന് പോയേക്കാം, ഒന്ന് നന്നായേക്കാം. അതുകൊണ്ട് ഭയപ്പെടുത്തി കാര്യം നടത്താനുള്ളൊരു പരിപാടിയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്ത്രീയെ എനിക്ക് വേണ്ട. ഒരു അലറി കരഞ്ഞ് ആ വാതിൽ എങ്ങനെയൊക്കെയോ വലിച്ചു തുറന്ന് പുറത്തേക്ക് ഓടി. ഒരു 11 മണി സമയമാണ്, പകല.
ഒരു ഓടി പുറത്തേക്ക് പോയി കുറച്ച് ദൂരം ഞാൻ ഓടിച്ചിട്ടു, പക്ഷെ കിട്ടിയില്ല. ഒരു 3 ദിവസത്തോളം ഇവരെ പിന്നെ കണ്ടില്ല. എന്നാൽ എനിക്കൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഞാൻ പോയത് കൂട്ടുകാരൊപ്പം മദ്യപിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും സന്തോഷിക്കുവാനുമാണ്. എൻ്റെ സുഖം ലോകത്തിൻ്റെ സന്തോഷമാണ്. എന്നാൽ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളൊക്കെ കൂടെ എൻ്റെ വീട്ടിൽ ഈ സ്ത്രീയെ കൊണ്ട് വന്നു. അപ്പനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ സ്ത്രീയെ ഇവിടെ വീട്ടിൽ നിർത്തണം എന്ന് അവർ പറഞ്ഞു. അപ്പൻ സമ്മതിച്ചു, ശരി ഞാൻ വീട്ടിൽ നിർത്തിക്കോളാം. കാര്യം അറിഞ്ഞ് ഞാൻ വന്നപ്പോൾ അപ്പനുണ്ട്, വീട്ടിൽ കുറേ ആൾക്കാരുണ്ട്, ഓടിപ്പോയ ഈ അമ്മ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളെന്തിനാ വന്നത്? നിങ്ങൾ ചാകാൻ പോയതാണെങ്കിൽ പോയി ചത്തുകൂടെ, പിന്നെ എന്തിനാണ് വലിഞ്ഞു കയറി വന്നത്? അവർ ആ നിൽക്കുന്നിടത്തുനിന്ന് എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ കാൽക്കിൽ വന്ന് വീണിട്ട് പറഞ്ഞു, മോനെ, ഏതെങ്കിലും രീതിയിൽ നിന്നെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു, എഴുന്നേറ്റ് പോതല്ലേ. അവരെഴുന്നേറ്റ് മാറി നിന്നു. പക്ഷേ കുറച്ച് മണിക്കൂറുകൾ, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങി, എൻ്റെ ഈ പ്രവൃത്തിയിൽ നിന്ന് ഞാൻ അമ്മയെന്ന് വിളിക്കുന്ന ഈ സ്ത്രീയുടെ മാനസിക നില തെറ്റിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു ഭ്രാന്തി എന്ന കണക്ക് എൻ്റെ അമ്മയുടെ സ്വഭാവം മാറാൻ തുടങ്ങി. ഒന്ന് നോക്കണേ, പെറ്റു വളർത്തിയ സ്വന്തം അമ്മയ്ക്ക് കൊടുക്കുന്നത് രോഗമാണ്. ഒരു ദിവസം കൂട്ടുകാരോടൊപ്പം മദ്യപിച്ചിരിക്കുമ്പോൾ ഒരു സുഹൃത്ത് വന്നിട്ട് പറയാ, നീ വേഗം വീട്ടിലേക്ക് ചെല്ലേ, എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്. ഞാൻ ഓടി വീട്ടിൽ ചെന്നു. ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? മദ്യപിച്ച് മത്തനായി നിൽക്കുന്ന എൻ്റെ അപ്പൻ രോഗിയായ ഈ അമ്മയെ കുനിച്ചു നിർത്തി ഇടിക്കുന്നതാണ്. ആ സമയത്ത് ഞാൻ ചെയ്തത് മറ്റൊന്നും ചിന്തിച്ചില്ല. ഈ ദുഷ്ടനായ അപ്പനെ പിടിച്ച് എൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് എൻ്റെ ഈ കരങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു. 2 പ്രാവശ്യം അദ്ദേഹം അട്ടിക്കൊണ്ടു. ആ 2 പ്രാവശ്യം താഴെ വീണു. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 16-ാം വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്: പിതാവിനെ പരിത്യജിക്കുന്നവൻ ദൈവദൂഷണത്തിന് തുല്യനാണ്. മാതാവിനെ പ്രകോപിക്കുന്നവനാകട്ടെ കർത്താവിൻ്റെ ശാപം ഏൽക്കേണ്ടി വരും. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇങ്ങനെ പ്രവർത്തിച്ചു പോയാൽ ദൈവത്തിൽ നിന്ന് വരുന്ന ശാപം എത്ര വലുതായിരിക്കും. രക്ഷപ്പെടുവോ പ്രിയപ്പെട്ടവരെ? എന്നാൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. വീട്ടിൽ കലഹമായി, അന്ധകാരം നിറഞ്ഞ അവസ്ഥയായി, മദ്യപിച്ച് നടക്കുന്ന അവസ്ഥയായി, ബഹളങ്ങളായി, പ്രശ്നങ്ങളായി, വീട്ടിലും നാട്ടിലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഒരു സുഹൃത്ത് എന്നോട് വന്ന് പറഞ്ഞു, റോബിന്, നീ ഒരു ധ്യാനം കൂട്. ധ്യാനം കൂടാൻ വേണ്ടി വിളിച്ചവനെ ഓടിച്ചിട്ട് തല്ലിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഒത്തിരി പേരുടെ പ്രാർത്ഥന, ഒത്തിരി പേരുടെ സഹകരണം കൊണ്ട് കുറച്ച് യുവാക്കൾ എന്നെ പിടിച്ചു കെട്ടി എന്ന കണക്കിന് ഒരു ധ്യാനത്തിലേക്ക് കൊണ്ടുപോയി. ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് എങ്ങനെ ചാടിപ്പൊന്നം എന്ന് ചിന്തിച്ചിരിക്കുകയാണ് ഞാൻ. ധ്യാനം കൂടാൻ ഒരു താല്പര്യവുമില്ല, ദൈവത്തിൽ വിശ്വാസമില്ല, ദൈവകാര്യങ്ങൾ കേൾക്കുന്നത് പോലും അലർജിയാണ്. ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് ധ്യാനത്തിലിരുന്നപ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ആ ധ്യാന കേന്ദ്രത്തിൽ 275 പേര് ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ആ 75ാമത്തെ ആള് ഞാനാ. എനിക്ക് മാത്രം ഇതിലൊന്നിനും ശ്രദ്ധയില്ല. മറ്റുള്ളവരെല്ലാവരും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നി ഇത് ശരിയല്ല. എന്തായാലും ധ്യാനത്തിന് വന്നതല്ലേ, 5 ദിവസം ഇരിക്കണ്ടേ, കഷ്ടപ്പെട്ട് പോയില്ലേ, ഒന്ന് കുമ്പസാരിച്ചേക്കാം. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു കുമ്പസാരം നടത്തുവാനായിട്ട് ഒരു സുഹൃത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കുമ്പസാരിക്കണം, അതുകൊണ്ട് നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം, നിൻ്റെ പാപങ്ങളിൽ കുറച്ച് പാപം പറഞ്ഞു തരണം, ഞാൻ എഴുതി കുമ്പസാരിച്ചോളാം. അവൻ പറഞ്ഞു, അങ്ങനെയല്ല കുമ്പസാരം നടത്തേണ്ടത്, നീ തന്നെ നിൻ്റെ പാപങ്ങൾ കണ്ടുപിടിക്കണം, നിൻ്റെ പാപങ്ങളെ ഓർത്ത് നീ അനുദപിക്കണം, അതിഞ്ഞ് ചെയ്യില്ല എന്ന് തീരുമാനമെടുക്കണം, അതിഞ്ഞ് വൈദികൻ്റെ അടുക്കൽ ചെന്ന് ഏറ്റുപറയണം, വൈദികൻ തരുന്ന പ്രായശ്ചിത്തം എന്താണോ അത് നിറവേറ്റണം, എന്നിട്ട് നീ വിശുദ്ധ ജീവിതം നയിക്കാൻ തയ്യാറാകണം. ശരി, എന്തെങ്കിലും ആകട്ടെ. ഇപ്പം പറഞ്ഞതൊന്നും മനസ്സിലായില്ലെങ്കിലും ഞാനൊന്ന് കുമ്പസാരിക്കാൻ തയ്യാറായി. എനിക്ക് കുറച്ച് പാപങ്ങളൊക്കെ അദ്ദേഹം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ചുരുങ്ങിയ ഒരു 80ഓളം 100ഓളം പാപങ്ങൾ എന്നിലുണ്ടായിരുന്നു, വലുതും ചെറുതുമായതൊക്കെ.
ഞാൻ ആ കുമ്പസാരത്തിൽ ചെന്ന് പറയാൻ വൈദികൻ്റെ അടുക്കൽ ചെന്ന് നിന്നു. എൻ്റെ പാപങ്ങളെല്ലാം കണ്ണുനീരോടെ ഞാൻ ഏറ്റുപറഞ്ഞു. ആ സമയത്ത് എവിടെ നിന്നാണ് ഈ കണ്ണുനീര് വന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ആ കണ്ണുനീരോടെ ഈ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ആ കുമ്പസാരക്കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു സത്യം മനസ്സിലായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സമാധാനം എന്നൊരു സാധനം കിട്ടണമെങ്കിൽ ഇത് മേടിക്കാൻ പോകേണ്ടത് ബ്രാൻഡ് ഷാപ്പിലേക്കല്ല, പിന്നെയോ കുമ്പസാരക്കൂട്ടിലേക്ക് പോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആരെല്ലാം മനസ്സിൽ ഭാരപ്പെടുന്നുവോ, അവൻ പാപത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ആ ഭാരം ഇറക്കി വെക്കേണ്ടത് കുമ്പസാരക്കൂട്ടിലാണ്. ഞാൻ ഈ ബോധ്യത്തിലേക്ക് കടന്നു വന്ന് ഞാൻ എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, ഇനി എനിക്കൊരു വിശുദ്ധ ജീവിതം നയിക്കണം, ഇനിയും എനിക്കൊരു വിശുദ്ധ ജീവിതം നയിക്കണം. എത്ര നാൾ എനിക്ക് നയിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഒത്തിരി ബലഹീനതകളും അസ്വസ്ഥകളും എന്നിലുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ എന്നെ നിലനിർത്തണമേ, കർത്താവേ എന്നെ വീണ്ടെടുക്കണമേ. എന്തായാലും ഞാൻ പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോഴേക്കും ധ്യാനം തീർന്നു. ഇനി എൻ്റെ ധ്യാന ശുശ്രൂഷ എല്ലാം വീട്ടിലാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ധ്യാനം കഴിഞ്ഞ് ചെല്ലുമ്പോൾ കണ്ട കാഴ്ച, രോഗിയായ പോയ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. അവർക്കൊരു പരാതിയുമില്ല കേട്ടോ, ഞാനിങ്ങനെ ചെയ്തെന്നും പറഞ്ഞു അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ അപ്പൻ അപ്പുറത്തെ മുറിയിൽ മദ്യപിച്ച് കിടക്കുന്നുണ്ട്. വേണമെങ്കിലും എനിക്കിങ്ങനെ ചിന്തിക്കാം, ഓ, ഒരു മകൻ നന്നാകാൻ തീരുമാനിച്ചതാ, എൻ്റെ അപ്പൻ ഒന്ന് പോയിരുന്ന് പ്രാർത്ഥിച്ചുകൂടെ? പ്രൈസ് ദി ലോർഡ്. പക്ഷേ അങ്ങനെ ഞാൻ ചിന്തിച്ചില്ല. ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, എൻ്റെ അപ്പനെ കർത്താവ് തൊടുന്ന ഒരു ദിവസമുണ്ട്, എൻ്റെ അപ്പനെ കർത്താവ് തൊടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ധ്യാനം കഴിഞ്ഞ് വന്ന് എന്നെ അമ്മ കെട്ടിപ്പിടിച്ചു. അമ്മയുടെ കാല് പിടിച്ച്, അപ്പൻ്റെ കാല് പിടിച്ച് ഞാൻ മാപ്പ് ചോദിച്ച് അവരുടെ കവളത്തൊരു ഉമ്മ കൊടുത്തിട്ട് ഞാൻ എൻ്റെ പുതിയ ജീവിതം ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കണമേ, ധ്യാനം കൂടിയത് ഞാൻ മാത്രമാണ്, എൻ്റെ വീട്ടിലുള്ളവരാരും കൂടിയിട്ടില്ല. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ എൻ്റെ അപ്പൻ നോക്കി നിന്ന് ചിരിക്കുന്നുണ്ട്. കാരണം അപ്പൻ അറിയാം, നാളെ ഇവൻ കള്ളും കുടിച്ച് തല്ലുണ്ടാക്കും, അതിന് കാശുണ്ടാക്കാൻ ഞാൻ പോകണമെന്ന്. അമ്മക്കറിയാം ഒരു ദിവസം കഴിഞ്ഞ് ഇവൻ വെള്ളം അടിക്കുമെന്ന്. അത്രമാത്രം അസ്വസ്ഥ നിൽക്കുന്ന എന്നെ ഇവരാരും വിശ്വസിച്ചില്ല. എന്നാലും ഈശോയുടെ നാമത്തിൽ ഞാൻ അമ്മയോട് പറഞ്ഞ് ജപമാല ചൊല്ലി പ്രാർത്ഥന പഠിച്ചു. ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയും അമ്മയോട് ചേർന്നിരുന്ന് പഠിക്കാൻ തുടങ്ങി. ഞാനും അമ്മയെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പൻ മദ്യപിച്ച് വന്ന് എന്നെ വൃത്തികെട്ട ചീത്ത പറയുമ്പോൾ അമ്മ പറയും, മകനെ നീ ഇവിടെ ഇരിക്കണ്ട, എഴുന്നേറ്റ് പൊക്കോളാൻ പറയും. കാരണം അമ്മക്കറിയാം അപ്പനും മകനും കൂടി മുട്ടിക്കഴിഞ്ഞാൽ അപ്പൻ താഴെ കിടക്കും. അങ്ങനെ എനിക്ക് മനസ്സിലായി, ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല. എൻ്റെ വീട് ടെറസിട്ട വീടാണ്. ഞാൻ എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് പോകും. അവിടെ പോയിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. ആകെ അറിയാവുന്നൊരു പ്രാർത്ഥന ജപമാല പ്രാർത്ഥനയാണ്. ഇങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നൊരു സംഭവം പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് പറയും, പരിശുദ്ധാത്മാവ് ചെയ്യും, പരിശുദ്ധാത്മാവ് ചെയ്യിപ്പിക്കും. ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് പറയുകയാണ്, മകനെ നീ സഹനമെടുത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരാൾ പറയുകയാണ്, നീ സഹനമെടുത്ത് പ്രാർത്ഥിക്കുക. എനിക്കറിയത്തില്ല എങ്ങനെ സഹനമെടുത്ത് പ്രാർത്ഥിക്കേണ്ടതെന്ന്. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു, മുട്ടുമേ നിന്ന് ജപമാല ചൊല്ലാൻ തീരുമാനിച്ചു. വീണ്ടും ഈ സ്വരം കേൾക്കാനിടയായി, നീ സഹനമെടുത്ത് പ്രാർത്ഥിക്കുക. എന്നാൽ പിന്നെ രണ്ട് കരവും പിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു. വീണ്ടും കർത്താവ് പറയുകയാണ്, നീ സഹനമെടുത്ത് പ്രാർത്ഥിക്കുക. കുറച്ച് മണൽ വാരിക്കൊണ്ടുവന്നിട്ട് ഈ ഫ്ലോറിലിട്ട് അതിന്മേൽ നിന്ന് മുട്ടുകുത്തി. വീണ്ടും കർത്താവ് പറയുകയാണ്, നീ സഹനമെടുത്ത് പ്രാർത്ഥിക്കുക. ഇനി എങ്ങനെ സഹനമെടുക്കുക? എന്നാലും ദൈവത്തിൻ്റെ ആത്മാവ് തോന്നിച്ച കണക്ക് ഞാൻ പോയി കുറേ 3-4 മെറ്റലുകൾ പെറുക്കിക്കൊണ്ട് വന്ന് ഈ ഫ്ലോറിൽ നിരത്തിയിട്ടിട്ട് അതിൽ മുട്ടുകുത്തി നിൽക്കുമ്പോൾ ആണി തുളച്ച് കയറുന്ന പോലെയുള്ള വലിയൊരു വേദന എൻ്റെ കാലിൽ രൂപപ്പെട്ടു. എങ്കിലും ഞാൻ അതിൽ നിന്ന് എഴുന്നേറ്റ് മാറാൻ തയ്യാറായില്ല. എൻ്റെ കരങ്ങളൊന്ന് വിരിച്ചു പിടിച്ചിട്ട്, കർത്താവേ ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ പറഞ്ഞു, നിന്നെപ്പോലെ പാപത്തിൽ കിടക്കുന്ന ഒരുപാട് മക്കളുണ്ട്, ഒരുപാട് യുവജനങ്ങളുണ്ട്. അവരെയൊക്കെ നേടുവാനായിട്ട് നീ ഇറങ്ങണം, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അങ്ങനെ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. മദ്യപിച്ച് നടക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുടുംബ സമാധാനമില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്തെല്ലാം ഈ ജപമാല എടുത്തിരുന്ന് പ്രാർത്ഥിക്കും.
വലിയ തീഷ്ണത ഒന്നും ആ സമയത്ത് കിട്ടിയിട്ടില്ല. ഒരു വശത്ത് ശക്തമായ പ്രലോഭനമുണ്ട്, മറുവശത്ത് അല്പം ദൈവവിളിയുണ്ട്. ഈ ദൈവവിളി സ്വീകരിക്കുവാനായിട്ട് ഞാൻ എന്തു ചെയ്യുമെന്നറിയാമോ? ഏപ്രിൽ മാസത്തിൽ ശക്തമായ വെയിലടിക്കുന്ന സമയത്ത് ഞാനൊരു മുണ്ട് കൊടുത്തിട്ട് ആ മുണ്ടിൻ്റെ ഉള്ളിൽ ഒരു ജപമാല എൻ്റെ കയ്യിൽ പിടിക്കും. എന്നിട്ട് റോട്ടിലൂടെ ഈ ജപമാല ആരും കാണാത്ത വിധം മുണ്ടെടുത്തിട്ട് ജപമാല അതിനകത്തിട്ടിട്ട് നല്ലോണം പഴുത്ത് കിടക്കുന്ന ടാറിൻ്റെ മോളെ കൂടെ ഞാൻ നടക്കും ചെരിപ്പിടാതെ. ആൾക്കാർ ചോദിക്കും, ഇവനെന്താ വട്ടാണോ ഈ നട്ടുച്ച നേരത്ത് വെയിലത്തിങ്ങനെ നടക്കാൻ? പ്രിയപ്പെട്ടവരെ, വെയിലത്ത് നടക്കാൻ വട്ടുണ്ടായിട്ടല്ല, എൻ്റെ കാലൊന്ന് പൊള്ളിക്കാൻ വേണ്ടിയാണ്. എൻ്റെ ശരീരത്തിൻ്റെ ബലഹീനതയെ എനിക്കൊന്ന് അതിജീവിക്കാൻ വേണ്ടിയാണ്. രാത്രിയുടെ യാമങ്ങളിലെ മുട്ടുമേ നിന്ന് 2 കരവും വിരിച്ചു പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ, എൻ്റെ ബലഹീനതകളുടെ മേൽ എനിക്ക് ശക്തി തരണമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്ന് ജപമാല പ്രാർത്ഥന തുടങ്ങി. വെറും 10 മണി കൊന്ത കൊണ്ട് ഞാൻ ആരംഭിച്ചത് 2003 മണി കൊന്തയായിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. 2.5 വർഷത്തോളം ഡിവൈനിൽ ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഞാനിരുന്ന് പ്രാർത്ഥിക്കും. ആ ശുശ്രൂഷയുടെ സമയം എന്ന് പറയുന്നത് 101 മണിക്കൂറാണ്. ഈ 101 മണിക്കൂർ സമയം ഉപവാസം എടുക്കുകയാണ്. രാത്രിയും പകലും പ്രാർത്ഥനയാണ്. ഉറക്കമില്ല, ഭക്ഷണമില്ല. ഒരു മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ചിലപ്പോൾ അദ്ദേഹം താഴെ വീണ് മരിച്ചു പോകും. എന്നാലും സാരമില്ല, ദൈവത്തെ പ്രതി മരിക്കുകയാണെങ്കിൽ എനിക്ക് നിത്യജീവൻ കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവസങ്ങളോളം ഉപവാസമെടുത്ത് കഷ്ടപ്പെട്ട് ഞാൻ പ്രാർത്ഥന തുടങ്ങി. എങ്കിലും എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതമൊന്നും നടന്നിട്ടില്ല. പലരും എന്നെ പരിഹസിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഇടവകയിലേക്കൊക്കെ കുർബാനൊക്കെ ചെല്ലുമ്പോൾ പല ആൾക്കാരും എന്നെ നോക്കി ചിരിക്കും. എന്താണെന്നറിയാമോ? 1 ആഴ്ച 2 ആഴ്ച വീഴും, വീഴും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിങ്ങനെ പ്രാർത്ഥനാ ജീവിതം ആരംഭിച്ചു. മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം എനിക്ക് ഒരു പ്രേക്ഷിതനായിട്ട് നിൽക്കുവാനായിട്ട് കർത്താവ് ഒരു അവസരം തന്നു. ഒരു ധ്യാന കേന്ദ്രത്തിൽ പ്രേക്ഷിതനായിട്ട് നിൽക്കുവാൻ. പാവികളൊക്കെ ദൈവമേ, നീ ഇങ്ങനെ ക്ഷണിക്കുവോ? കിട്ടിയത് വലിയ താളന്തായിട്ട് ഞാൻ കരുതി. ഞാൻ അവിടെ പോയി നിന്നു, ശുശ്രൂഷ ചെയ്തു. പ്രിയപ്പെട്ടവരെ, അന്ന് ഞാൻ പറഞ്ഞു, ഈശോയെ, എന്നെ തട്ടിക്കളയുവാനായിട്ട് പിശാച് ശ്രമിക്കുന്നുണ്ട്. എനിക്ക് നിലനിൽക്കുവാനുള്ള ആരോഗ്യമില്ല, എനിക്ക് പ്രാർത്ഥിക്കുവാൻ അറിയില്ല, എങ്ങനെ സംസാരിക്കണമെന്നറിയില്ല, വിശുദ്ധ വചനം അറിയില്ല. എനിക്കൊരു അടയാളം വേണം, എന്നെ ഒന്ന് ശക്തിപ്പെടുത്തണം. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അന്നൊരു വലിയ അഭിഷേക ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കണ്ണുകൾ അടക്കുമ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണുന്നത് പോലെ ഒരു കാഴ്ച. ഒരു സൈഡിൽ പുരുഷന്മാരും മറു സൈഡിൽ സ്ത്രീകളും. ഇതിൻ്റെ നടുവിലൂടെ കുറച്ച് സ്ഥലം ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ കണ്ണടച്ചപ്പോൾ കണ്ടത് അങ്ങനെയാണ്. പക്ഷേ ഞാൻ കണ്ണടച്ചപ്പോൾ നിൽക്കുമ്പോൾ ഞാൻ കാണുന്നത് ഒരു സൈഡിൽ പുരുഷന്മാർ, മറു സൈഡിൽ സ്ത്രീകൾ. അതിൻ്റെ നടുവിലൂടെ ഒരു വ്യക്തി നടന്നു വരുന്നുണ്ട്. ആരാണ് ഈ വ്യക്തി? ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു മുൾക്കിരീടം ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൺപോളയിൽ ചോര കട്ട പിടിച്ച് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കുരിശുമരം ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ ഈ ഭാഗം ഇങ്ങനെ കീറിക്കിടക്കുന്നുണ്ട്. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, ഇത് ഈശോയാണ്, ഇത് യേശുവാണ് ഈ വരുന്നത്. ഇതെൻ്റെ തോന്നലാണ്, ഇതെനിക്ക് തോന്നുന്നതാ. ഞാൻ എൻ്റെ കണ്ണുകളൊന്ന് തുറന്ന് ഞാൻ കണ്ടിരുന്ന ആ വേദിയിലേക്ക് ഞാനൊന്ന് നോക്കുമ്പോൾ ഞാൻ എന്താണോ ഈ ദർശനത്തിൽ കാണുന്നത്, അപ്രകാരം തന്നെ യേശുവിനെ അവിടെ ദർശിക്കുവാൻ എനിക്ക് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ കണ്ടത് ജീവിക്കുന്ന ഒരു ദൈവത്തെയാ. ഞാൻ കണ്ടത് ജീവിക്കുന്ന ഒരു ദൈവത്തെയാ. ഞാൻ കണ്ട എൻ്റെ ദൈവത്തെ ഈ ലോകത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു, എനിക്കൊരു അടയാളം വേണം. ഞാൻ പറഞ്ഞത് ആരെങ്കിലും വിശ്വസിക്കണം, ഞാൻ പറഞ്ഞത് ആരെങ്കിലും വിശ്വസിക്കണം. വീട്ടിലേക്ക് ചെന്ന് ആ ശുശ്രൂഷകൻ ചെല്ലുമ്പോൾ എന്താ കാണുന്നതെന്നറിയാമോ? രോഗാവസ്ഥയിൽ നിൽക്കുന്ന എൻ്റെ അമ്മയുണ്ടല്ലോ, കർത്താവ് അന്ന് ആ വ്യക്തിയെ സുഖപ്പെടുത്തിയിരിക്കുക. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. അവിടുന്ന് കർത്താവിനെ വീണ്ടും പൊക്കിയെടുക്കുവാൻ തയ്യാറായി.
ഒരുപാട് ബലഹീനതയുടെ നടുവിലാണെങ്കിലും, പ്രലോഭനങ്ങളുടെ നടുവിലാണെങ്കിലും, തിരസ്കാരത്തിന് നടുവിലാണെങ്കിലും കർത്താവിൻ്റെ കരം എൻ്റെ നേരെ ഉയർത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ വലിയ ഭാവിയാ, പക്ഷേ ഉണ്ടല്ലോ എൻ്റെ കർത്താവുണ്ടല്ലോ വലിയ കരുണയുടെ കടല, വലിയ കരുണയുടെ കടല. ഞാൻ ചോദിക്കാതെ തന്നെ വലിയ ദാനങ്ങൾ കർത്താവ് തരാൻ തുടങ്ങി. എൻ്റെ അപ്പൻ്റെ അനുജൻ, അദ്ദേഹം 1.5 വർഷമായിട്ട് തളർന്നു കിടക്കുക. 1.5 വർഷമായിട്ട് ഇദ്ദേഹം ഇങ്ങനെ തളർന്നു കിടക്കുക. പല ചികിത്സകളും ചെയ്തു, ഒരു രക്ഷയില്ല. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ ഈ വ്യക്തി ഒരു കസേരയിൽ ഇരിക്കുന്നത് ദർശനത്തിൽ കർത്താവ് കാണിച്ചു. ഞാൻ ഈശോയോട് ചോദിച്ചു, കർത്താവ് എന്താണ് ഈ ദർശനം? ഈശോ പറഞ്ഞു, ഞാൻ ഇവനെ സുഖപ്പെടുത്താൻ പോകുന്നു. ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ചാപ്പാ എളേപ്പാ, കർത്താവ് സുഖപ്പെടുത്താൻ പോകുന്നുണ്ട്, ഉടനെ ഒരു ധ്യാനത്തിന് പോകണം. അദ്ദേഹം പറഞ്ഞു, നീ ഒന്ന് ധ്യാനം കൂടിയെന്നും പറഞ്ഞ് വലിയ മാർപ്പാപ്പയൊന്നും ആകാൻ നടക്കണ്ട. എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഞാൻ പറഞ്ഞത് ആരും വിശ്വസിച്ചില്ല. പക്ഷെ ഞാൻ വിട്ടില്ല പ്രിയപ്പെട്ടവർ. ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? എന്നെ ധ്യാനത്തിന് കൊണ്ടുപോയി കുറേ വീരന്മാരുണ്ട്, കുറേ തീപ്പാന്തങ്ങളുണ്ട്. ഇവന്മാരെ കൂട്ടുപിടിച്ചിട്ട് ഞാനൊരു ഒമിനി കാറ് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇദ്ദേഹത്തെ പൊക്കിയെടുത്ത് കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലിട്ടിട്ട് നേരെ വിട്ടു ധ്യാനകേന്ദ്രത്തിലേക്ക്. എത്രയോ തല്ല് നമ്മൾ ചോദിച്ച് വാങ്ങി കിട്ടുന്നുണ്ട്, എത്രയോ അടിയും മുതുകത്ത് വീണിട്ടുണ്ട് ആവശ്യമില്ലാതെ. എൻ്റെ കർത്താവിന് വേണ്ടിയിട്ട് ഒരു ചവിട്ടോ തല്ലോ കിട്ടണമെങ്കിൽ വളരെ നല്ലതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കൊണ്ടുപോയി ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടിട്ടു. ഞാൻ ഓടി മധ്യസ്ഥ പ്രാർത്ഥന റൂമിലേക്ക് കർത്താവിൻ്റെ മുമ്പിൽ കരങ്ങൾ വിരിച്ച് പറഞ്ഞു, കർത്താവേ, നീ പറഞ്ഞിട്ടാ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, നീ ചെയ്യണം, നീ പ്രവർത്തിക്കണം. പ്രിയപ്പെട്ടവരെ, അന്ന് ധ്യാനത്തിൻ്റെ 3-ാം ദിവസം വലിയ ഒരു അലറിക്കരച്ചിൽ കേട്ടു, വലിയ സ്വരം. ഞാൻ ഈ ധ്യാന ഹാളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്നറിയാമോ? ഇദ്ദേഹം ഒരു കസേര എടുത്തിട്ട് ഏറ്റവും ഫ്രണ്ടിൽ പോയിരിക്കുക. ബാക്കിൽ കട്ടിലിൽ കിടത്തിയിട്ട് പോയ ഞാൻ കാണുന്നത് ഇദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റ് ഒരു കസേര വന്നിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇതെന്തിനാണ് ഇത്ര വൈകിയത്? പ്രിയപ്പെട്ടവരെ, ഈശോ എനിക്ക് ദർശനം തന്നപ്പോൾ കർത്താവ് ഒരു അടയാളം തന്നിട്ടുണ്ടായിരുന്നു. ഒരു ചുമന്ന ചെക്ക് കളർ ഷർട്ട് ഇട്ടിട്ടാണ് ഇദ്ദേഹം ഈ കസേരയിൽ ഇരിക്കുന്നത് എനിക്ക് കാണിച്ചു തന്നത്. ഞാൻ കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവ് പറയുക, അവൻ ഇന്നാണ് ചുമന്ന കളറ് ചെക്ക് ഷർട്ട് ഇട്ടത്. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് എൻ്റെ കുടുംബത്തിൽ വലിയ മാറ്റം വരാൻ തുടങ്ങി. ഭിന്നിച്ചു നിന്ന കുടുംബങ്ങൾ ഒന്നാകാൻ തുടങ്ങി. വഴക്കിട്ട് കലഹിച്ചു നിന്ന സഹോദരങ്ങൾ ഒന്നാകാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, ഒരു കുടുംബ അംഗങ്ങളിലേക്ക് ഇടപെടാൻ തുടങ്ങിയപ്പോൾ, ഒരു ദേശത്തിലേക്ക് ഇടപെടാൻ തുടങ്ങിയപ്പോൾ വലിയ മാനസാന്തരം അവിടെ രൂപപ്പെട്ടു. പലരും ചോദിക്കാറുണ്ട്, ബ്രദറെ, ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുവോ? ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ രക്ഷപ്പെടുവോ? പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുമ്പിൽ കണ്ണുനീരൊഴുക്കി മുട്ടുമടക്കി അവൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്, കർത്താവെ, എൻ്റെ മകൻ്റെ ഭാവിയെ ഒന്ന് തൊടണമേ, എൻ്റെ മക്കളെ ഒന്ന് അനുഗ്രഹിക്കണമേ, എൻ്റെ മാതാപിതാക്കളെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ ആരെങ്കിലും പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങിയാൽ അവരുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കും. അനുഭവമാണ്. എൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ പല രീതിയിലും കർത്താവ് എന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. ഒത്തിരി കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം ഞായറാഴ്ച ദിവസം കിട്ടിക്കഴിഞ്ഞാൽ ആത്മാക്കളെ തേടി ഇറങ്ങും. ആരെങ്കിലേക്ക് നോട്ടം ഇട്ട് വെക്കും. എന്നിട്ട് ഞായറാഴ്ച ചെന്ന് അവനോട് ന്യൂട്രലിൽ സംസാരിക്കും. എന്നിട്ട് അവനെ ഒരു ധ്യാനത്തിനൊരുക്കും. അവനിലുള്ള തിന്മയെ കളഞ്ഞ് അവൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ കടത്തി വിടുവാനായിട്ട് പരിശ്രമിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ദിവസം ഞാനിങ്ങനെ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത് എനിക്ക് കേൾക്കാം. നീ ആ വീട്ടിലേക്ക് ചെല്ല്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നീല പെയിൻ്റ് അടിച്ചിട്ട് കതകും വാതിലും അടച്ച് പൂട്ടിയിരിക്കുന്ന ഒരു വീട്, അവിടെ ആരും തന്നെ ഇല്ല. കർത്താവ് പറയാണ്, നീ അവിടേക്ക് ചെല്ല്. എന്തായാലും ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും കൂടെ ഞാൻ ആ വീട്ടിലേക്ക് ചെന്നിട്ട് ആ കതകിലൊന്ന് മുട്ടി. ആരും കതക് തുറക്കുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു സഹോദരിയോട് ചോദിച്ചു, ഇവിടെ ആരും ഇല്ലേ? ഓ, അവിടെ ആരോ ഉണ്ട്, വിളിക്കാൻ പറഞ്ഞു. 2 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് കതക് തുറന്നു. അദ്ദേഹം ഇങ്ങനെ മദ്യപിച്ച് നിൽക്കുക.
അദ്ദേഹം ചോദിച്ചു, എന്ത് വേണം? ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ വന്നതാണ്. ആ, കയറിക്കോളൂ, പ്രാർത്ഥിച്ചോളൂ. അദ്ദേഹം വാതിൽ തുറന്നു. ഞങ്ങൾ കയറി. എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം അറിയത്തില്ല. എന്നായാലും ഞങ്ങൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി. കർത്താവേ, എന്താണ് നിൻ്റെ പദ്ധതി? എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? എന്താണ് നിൻ്റെ പ്രവൃത്തി എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് ഒരു ദർശനം ഇങ്ങനെ തന്നു. ഒരു കാലിയായ മദ്യക്കുപ്പി, അതിനടുത്ത് ഒരു ഗ്ലാസ് മദ്യം ഒഴിച്ചു വെച്ചിരിക്കുന്നു, അതിനടുത്ത് ഒരു കുടുക്ക് കയറ്. മദ്യപിച്ച് നിൽക്കുന്ന ഈ വ്യക്തിയോട് ഞങ്ങൾ വിളിച്ചു ചോദിച്ചു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു സന്ദേശം തരുന്നുണ്ട്, ഇത് സത്യമാണോ? അദ്ദേഹം ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയിട്ട് അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ നിന്ന് ആ ബെഡ്റൂമിലെ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ഒരു കാലിയായ മദ്യക്കുപ്പി എടുത്ത് ഞങ്ങളുടെ കയ്യിൽ തന്നു. അതിനുശേഷം ഒരു ഗ്ലാസ് മദ്യം അതും എടുത്ത് ഞങ്ങളുടെ കയ്യിൽ തന്നു. ഒരു കഷ്ണം കയർ അവിടെ നിന്ന് വലിച്ചെടുത്തു, അതൊരു കുടുക്കാണ്, അതും എടുത്ത് തന്നിട്ട് പറഞ്ഞു, ഇതാണോ നിങ്ങൾ ചോദിച്ച സാധനം? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ പറഞ്ഞു, സഹോദര, എനിക്ക് തന്നെ അറിയില്ല, നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവും എനിക്കില്ല. ഞാൻ ഈ വഴിയെ പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഞാൻ വന്നു. ദൈവത്തിൻ്റെ ആത്മാവ് കാണിച്ചു തന്നു, ഞാൻ പറഞ്ഞു. പ്രിയ സഹോദര, നിങ്ങളുടെ ജീവിതം പാതി വഴിയിൽ നിൽക്കുകയാണെങ്കിൽ, പ്രതിസന്ധിയുടെ നടുവിലാണെങ്കിൽ, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ പറ്റി ഒരു കരുതലുള്ള ഒരു ദൈവം ഇവിടെ ഉണ്ട്. ആ വ്യക്തിയെ ഒരു ധ്യാനാനുഭവത്തിലേക്ക് നയിച്ചു. കുടുംബത്തിൽ തകർന്ന് തരിപ്പണമായി മരണം മാത്രമേ മുമ്പിലുള്ളൂ എന്ന അവസ്ഥയിൽ നിൽക്കുന്ന ആ വ്യക്തി അവസാന ജീവിതത്തിൽ അവസാന പെഗ് മദ്യമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അത് കഴിച്ചിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ കർത്താവ് അതിന് അനുവദിച്ചില്ല. ആ സെക്കൻഡിൽ കർത്താവ് വിളിച്ചു പറഞ്ഞു അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മൾ ഓരോരുത്തരും അനേകരെ നേടുവാനായിട്ട് ഈ ഭൂമിയിൽ കർത്താവ് സൃഷ്ടിച്ചവരാണ്. പുറപ്പാട് പുസ്തകത്തിൽ 6:19 പ്രകാരം പറയുന്നുണ്ട്, ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത് എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടുവാനും എൻ്റെ ശക്തി നിനക്ക് വെളിപ്പെടുത്തി തരാനും വേണ്ടിയാണ്. നമ്മൾ മൂലം നേടേണ്ട, നമ്മൾ മൂലം രക്ഷപ്പെടേണ്ട ചില വ്യക്തികൾ ഈ ലോകത്തുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അങ്ങനെ ജീവിതത്തിൽ വലിയ ഒരു അത്ഭുതങ്ങളും അടയാളങ്ങളും എൻ്റെ ജീവിതം നടക്കാൻ തുടങ്ങി. ഒത്തിരി തവണ ദൈവത്തിൻ്റെ വലിയ സ്നേഹം അനുഭവിക്കാൻ തുടങ്ങി. പലതവണ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടങ്ങുമ്പോൾ എൻ്റെ ബലഹീനതകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ അതിനേക്കാൾ വലുതാണ് കർത്താവിനോട് കാണിക്കുന്ന സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിക്കാത്ത, ആഗ്രഹിക്കാത്ത വലിയ അത്ഭുതങ്ങൾ നടന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏക പ്രവൃത്തി ഇങ്ങനെയാണ്. ഒന്ന്, ഞാൻ എൻ്റെ തെറ്റായ കൂട്ടുകെട്ടുകൾ ഉപേക്ഷിച്ചു. ഞാൻ എൻ്റെ പാപം നിറഞ്ഞ ആ ജീവിതത്തെ ഉപേക്ഷിച്ചു. ദൈവത്തെ എന്നേക്കാൾ കൂടുതലായി സ്നേഹിക്കുവാനായിട്ട് ഞാൻ തയ്യാറായി. അങ്ങനെ വർഷങ്ങൾ കടന്നു. ഒരു ദിവസം ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സഹോദര, എല്ലാവരും ഒരു കാലത്ത് വീഴും. എല്ലാവരും ഒരു കാലത്ത് എത്ര പ്രാർത്ഥിച്ചാലും ശരി, ഒരു കാലത്ത് അത് വീണു പോകും. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇത്രമാത്രം കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു കാലത്ത് ഇങ്ങനെ വീണ് കിടക്കാനാണോ? അപ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദർശനം കർത്താവ് തന്നത്, ഒരു പശു അതിങ്ങനെ പുല്ല് തിന്നുകൊണ്ടിരിക്കുക, പുല്ല് തിന്നിട്ട് ഇങ്ങനെ അയവർത്തുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, വേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെയുള്ള ദർശനങ്ങളാണോ തരുന്നത്? കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ, ഈ പശു പുല്ല് തിന്നത് എന്തിനാ? വിശപ്പ് കെടാനാണോ അയവറക്കാനാണോ? ഞാൻ പറഞ്ഞു, വിശപ്പ് കെടാൻ. മനുഷ്യൻ വചനം പഠിക്കുന്നത് എന്തിനാ? പ്രസംഗിക്കാനാണോ ജീവിക്കാനാണോ? ഞാൻ പറഞ്ഞു, ജീവിക്കാൻ. എങ്കിൽ ജീവിക്കാനായിട്ട് വചനം പഠിച്ചാൽ ഒരിക്കലും വീഴത്തില്ല. പ്രസംഗിക്കാൻ പഠിച്ചാൽ വേദിയില്ലെങ്കിൽ വീണു പോകും. എൻ്റെ ജീവിതത്തിലേക്ക് ഈ വചനങ്ങളെ ഞാനൊരു പാഠമാക്കി മാറ്റാൻ തുടങ്ങി. ഓരോ വചനങ്ങളും ഞാൻ പഠിക്കുമ്പോൾ ഇതെൻ്റെതാണ്, ഇതെൻ്റെ ജീവനാണ്, ഇതെൻ്റെ നിലനിൽപ്പാണ് എന്നുള്ള ബോധ്യത്തോടെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് 6-7 വർഷത്തോളം കർത്താവിൻ്റെ സ്നേഹത്തിൽ
കൂടെ അങ്ങ് നടക്കുവാൻ. പിന്നീട് വിവാഹ ബന്ധത്തിലേക്ക് കടന്നു വന്നു. നല്ലൊരു ജീവിത പങ്കാളിയെ കർത്താവ് തന്നു. കല്യാണമൊക്കെ കഴിച്ചിട്ട് 5 വർഷം കഴിഞ്ഞു, കുട്ടികളൊന്നുമില്ല. 5-ൽ നിന്ന് 6-ലേക്ക് എത്തി, കുട്ടികളൊന്നുമില്ല. പലരും പറഞ്ഞു പഴയ പാപത്തിൻ്റെ ശാപമാ, പണ്ട് ചെയ്ത പാപത്തിൻ്റെ ശാപമാ, ബന്ധനമാ എന്നൊക്കെ പറഞ്ഞു. ഒരു വ്യക്തി പറഞ്ഞു, ബ്രദറെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക, ദൈവം ഇടപെടട്ടെ. പലരും പരിഹസിക്കാൻ തുടങ്ങി, പ്രാർത്ഥനക്കാരാ, വലിയ പ്രാർത്ഥനയ്ക്കാണല്ലോ, കുട്ടികളൊന്നുമില്ലേ? ഞാൻ അവരോട് പറയും, എൻ്റെ കർത്താവ് വിശ്വാസികളുടെ പിതാവായ അബ്രഹാത്തിന് മക്കളെ കൊടുത്തത് 100-ാമത്തെ വയസ്സിലാണ്. അങ്ങനെയാണെങ്കിൽ ഞാനും ഒരു വിശ്വാസിയാണ്. എനിക്ക് കർത്താവ് തരാൻ പോകുന്നത് 200-ാമത്തെ വയസ്സിലാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. തരും എന്ന് പറഞ്ഞാൽ തന്നിരിക്കും, ഞാനത് ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. ഇതെൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. 6-ാമത്തെ വർഷമായി കഴിഞ്ഞപ്പോൾ എന്തായാലും ഒരു ഡോക്ടറെ കണ്ട് ഞങ്ങളുടെ അവസ്ഥകളൊന്ന് മനസ്സിലാക്കാനായിട്ട് ചെന്നപ്പോൾ ഡോക്ടർ പരിശോധിച്ചു, എല്ലാം കൊള്ളാം, കുട്ടികൾ ഉണ്ടാകണമെങ്കിൽ 1 ലക്ഷം രൂപയുടെ വലിയ ഒരു മരുന്ന് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. വലിയൊരു തുകയാണ് എനിക്ക്. ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇത്രയും കാശൊന്നും എൻ്റെ കയ്യിലില്ല, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നിനക്ക് മരുന്ന് തരുന്ന കുഞ്ഞിനെ വേണോ കർത്താവ് തരുന്ന കുഞ്ഞിനെ വേണോ? വിശ്വാസിയായ ഭാര്യ പറഞ്ഞു, എനിക്ക് കർത്താവ് തരുന്ന കുഞ്ഞിനെ മതി. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എപ്പോൾ തരും എന്ന് നീ ചോദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളന്ന് മരുന്നും മന്ത്രവും എല്ലാം മാറ്റിവെച്ചു. ഒന്നുമില്ല, പ്രാർത്ഥന മാത്രം. സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, അബ്രഹാത്തിന് ഇസ്ഹാക്കിനെ കൊടുത്ത ദൈവമേ, എൻ്റെ തലമുറ ഈ ഭൂമിയിൽ ഉണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മക്കളെ തരിക, ഇല്ലെങ്കിൽ എനിക്കിത് വേണ്ട. തന്നാൽ സന്തോഷം, തന്നില്ലെങ്കിലും സന്തോഷം. 2015 നവംബർ മാസത്തിലാണ് ഈ പ്രാർത്ഥന ഞാൻ ചെയ്തത്. 2016 സെപ്റ്റംബറിൽ കർത്താവ് ഒരു ആൺകുഞ്ഞിനെ ഞങ്ങൾക്കായി ജനിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്ന് പറയാമോ ഹല്ലേലൂയ? ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ കുഞ്ഞിന് 8 മാസമായി. ദൈവത്തിൻ്റെ ദാനമാണത്, ദൈവം തന്നതാ. അതുകൊണ്ട് അവന് ജോനാഥൻ എന്ന് പേരിട്ടു. ഒരു കാലത്ത് പാപത്തിൻ്റെ അടിത്തട്ടിലാണെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ എളിമപ്പെട്ട് കഴിഞ്ഞപ്പോൾ, കർത്താവിൻ്റെ മുമ്പിൽ എളിമയോടെ നിന്ന് കഴിഞ്ഞപ്പോൾ, പ്രാർത്ഥനാ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. ഇന്ന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ ബുദ്ധിക്ക് അതീതമായിട്ട് പല പ്രവർത്തികൾ കർത്താവ് ചെയ്തു. ഒരു ദിവസം ഒരു കുട്ടി വിളിക്കുക, ഈശോയിൽ വിശ്വാസമില്ല, ഈശോയിൽ യാതൊരു വിശ്വാസവുമില്ല. ഈ കുട്ടി ഫോണിൽ വിളിച്ചിട്ട് ആ കുട്ടിയുടെ അവസ്ഥ ഇങ്ങനെയാണ്: പഠിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, രോഗിയായിക്കൊണ്ടിരിക്കുക. ബ്രദറെ, ഇതിൻ്റെ കാരണം എന്താ? ഞാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചപ്പോൾ ഒരാക്സിഡൻറ്റ് കർത്താവ് കാണിച്ചു തന്നു. ഞാൻ ആ കുട്ടിയോട് ഇത് ഷെയർ ചെയ്തു. മോനെ, നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ലേ? ഉവ്വ്. നീ അതിനോർത്ത് അനുദപിക്കണം, ദൈവത്തോട് മാപ്പ് ചോദിക്കണം, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറയണം, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ആ വെക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ കുട്ടി അപ്പുറത്തെന്ന് പറഞ്ഞു, ബ്രദർ ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഞാൻ എന്താ? ബ്രദർ പറഞ്ഞത് ശരിയാ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഈ ആക്സിഡൻറ്റ് സംഭവിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര നാളായി എന്ന് പറയണം. ഒരാൾ ഒരു വീട് പണിതാൽ അയാൾക്കറിയാം ഞാൻ വീട് പണിതിട്ട് എത്ര നാളായി. ഒരു കാറ് വാങ്ങിച്ചാൽ അറിയാം അയാൾ എത്ര നാളായി കാറ് വാങ്ങിച്ചിട്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കുട്ടി ഒരു പരീക്ഷണത്തിന് പുറത്താണ് അങ്ങനെ ചോദിച്ചത്. ആ കുട്ടിയുടെ വിചാരം എന്താണെന്നറിയാമോ?
ആരെങ്കിലും ഈ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടാകും, എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, മൊത്തം കാര്യങ്ങൾ ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എനിക്ക് തന്നെ അറിയില്ല, ഒന്നും അറിയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നു, ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദർശനമുണ്ടായി. 1 എന്ന് എഴുതി കാണിച്ചു തന്നു. ഞാനത് 1 വായിച്ചു. പിന്നെ 3 കാണിച്ചു. ഞാൻ 3 വായിച്ചു. 2 കൂടെ വായിച്ചു, 13. ഈ 13 ഞാൻ വായിച്ചിട്ട് ഞാൻ ഈ കുട്ടിയോട് എന്തോ പറയുവാനായിട്ട് വാ തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാവിനെ എടുത്തിട്ട് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ട് ഇന്നേക്ക് 1 വർഷവും 3 മാസവും ആയെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ഞാൻ തലേ കൈവച്ചു. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ 13 കണ്ടത്. ഞാൻ 13 മാസമൊന്നും പറഞ്ഞില്ല, ആഴ്ചയെന്നും പറഞ്ഞില്ല, വർഷമെന്നും പറഞ്ഞില്ല, ദിവസമെന്നും പറഞ്ഞില്ല. ഞാൻ 1 വർഷവും 3 മാസമാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞ് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് വലിയൊരു ഏങ്ങലടിച്ച് കരച്ചിൽ വരുന്നുണ്ട്. സംഭവിച്ചെന്താണെന്നറിയാമോ? ആ കുട്ടിയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് അന്നേക്ക് 1 വർഷവും 3 മാസവും തികയുന്നതാ. പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ കർത്താവിൻ്റെ കണക്ക് പുസ്തകത്തിലുണ്ട്. എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ ചലിക്കുന്ന ചലനത്തിൻ്റെ അളവ് കർത്താവിൻ്റെ മുമ്പിലുണ്ട്. ചില ദർശനങ്ങളിൽ കർത്താവ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കരുണയുടെ കർത്താവിനെ എനിക്ക് കാണുവാനായിട്ട് സാധിക്കാറുണ്ട്. ആ കർത്താവ് എന്നെ സൂക്ഷിച്ചു നോക്കാറുണ്ട്. ആ നോട്ടം എൻ്റെ രൂപത്തിലേക്കല്ല, എൻ്റെ ഹൃദയത്തിലേക്കാ. അടുത്ത സ്റ്റെപ്പ് നീ എന്താണ് ചെയ്യാൻ പോകുന്നത്, അടുത്ത സ്റ്റെപ്പ് നീ എന്താണ് ചിന്തിക്കാൻ പോകുന്നത് എന്നൊരു നോട്ടം. എൻ്റെ ഹൃദയം അറിയുന്ന ഒരു ദൈവം. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 43 അധ്യായത്തിൽ 4 വാക്യം പ്രകാരം പറയുന്നുണ്ട്, നീ എനിക്ക് പ്രിയങ്കരനും ബഹുമാന്യനും അമൂല്യനുമാണ്. എൻ്റെ അപ്പം പറഞ്ഞിട്ടില്ല, എൻ്റെ അമ്മ പറഞ്ഞിട്ടില്ല, എൻ്റെ ദൈവം എന്നോട് പറയുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ എത്ര വലിയ പാപിയാണെങ്കിലും, ഞാൻ എത്ര വലിയ രോഗിയാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നൊരു കർത്താവാണ്. ഇപ്പോൾ 11 വർഷമായിട്ട് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. അനേകം ആത്മാക്കളെ നേടുന്നു. കിട്ടുന്ന സമയം എല്ലാം ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വരദാനങ്ങളും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും കർത്താവ് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കർത്താവ് തന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്, വലിയൊരു ഗിഫ്റ്റാണ് എൻ്റെ മാതാപിതാക്കൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അവരെ ഒത്തിരി ക്രൂരമായിട്ട് പെരുമാറിയിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവരില്ലായിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധനായ ദൈവത്തെ അറിയുവാനോ കർത്താവിൻ്റെ മുമ്പിൽ വളരുവാനോ കർത്താവെങ്കിലേക്ക് വരുവാനോ എനിക്ക് സാധിക്കുമായിരുന്നില്ല. അവർ ആ വേദനയുടെ നടുവിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ്, പ്രാർത്ഥിച്ചതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഈശോയെ അറിയുവാൻ, ഈശോയെ നിലനിൽക്കുവാൻ സാധിച്ചത്. ഞാനിപ്പോൾ പാരാക്ലീറ്റ മിനിസ്ട്രി എന്നൊരു മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്നു. ഞങ്ങൾ ഒത്തിരി ശുശ്രൂഷയിൽ വ്യാപരിക്കുന്നു. ഇനിയും കർത്താവിൻ്റെ നാമത്തിൽ അനേകരെ നേടുവാനായിട്ട്, ഞങ്ങളെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുവാനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മുടെ ഈ ഭൂമുഖത്തുള്ള എല്ലാവരും കർത്താവിൻ്റെ സ്നേഹത്തെ അറിയണം. ഈ ഭൂമിയിലുള്ള എല്ലാവരും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്താമോ? നമ്മുടെ കരങ്ങൾ കർത്താവിലേക്ക് ഒന്ന് ഉയർത്താമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളെ ഒന്ന് സമർപ്പിച്ചേ, നമ്മുടെ മാതാപിതാക്കളെ ഒന്ന് സമർപ്പിച്ചേ, നമ്മുടെ മക്കളെ ഒന്ന് സമർപ്പിച്ചേ. പാപത്തിൻ്റെ പിടിയിലായിരിക്കുന്ന, മദ്യപാനത്തിൻ്റെ, മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ, ആസക്തികളുടെ അടിമത്തത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുത്തേ. പ്രിയപ്പെട്ടവരെ, ആരെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുവോ അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന കർത്താവിൻ്റെ മുമ്പിൽ സ്വീകാര്യമാണ്. ഹല്ലേലൂയ. വിശ്വാസമുള്ളവർ പ്രാർത്ഥിക്കട്ടെ. വിശ്വാസമുള്ളവർ അതരം തുറന്നു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ തിരുരക്തം യുവജനങ്ങളുടെ മേല്, കുടുംബങ്ങളുടെ മേല്, വ്യക്തികളുടെ മേല്
ഈശോയെ നീ ഒഴുക്കണമേ, നീ ഒഴുക്കണമേ. കർത്താവേ, അവിടുത്തെ ആത്മാവ് ഞങ്ങളിൽ വ്യാപരിക്കട്ടെ, വിശുദ്ധിയുടെ ആത്മാവ് വ്യാപരിക്കട്ടെ, അഭിഷേകത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരം ഉയരട്ടെ പ്രിയപ്പെട്ടവരെ, ശക്തിയോടെ സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തകർന്നുപോയ കുടുംബങ്ങളെ വീണ്ടെടുക്കുവാൻ, നശിച്ചുപോയ വ്യക്തികളെ വീണ്ടെടുക്കുവാൻ, പ്രതിസന്ധികളുടെ നടുവിൽ പതറി നിൽക്കുന്ന വ്യക്തികളുണ്ട്, അവരെ വീണ്ടെടുക്കുവാൻ ദൈവത്തെ സ്തുതിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഒന്ന് പ്രാർത്ഥിക്കും പ്രിയപ്പെട്ടവരെ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും സ്നേഹം നൽകുക, വീണ്ടും ശക്തി നൽകുക, യേശുവേ, പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. വലത് കരം ഒന്ന് ഉയർത്തിക്കേ, വലത് കരം ഒന്ന് ഉയർത്തിയേ. സ്നേഹം നൽകുക, യേശുവേ, വീണ്ടും ശക്തി നൽകുക, പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും സ്നേഹം നൽകുക, വീണ്ടും ശക്തി നൽകുക, പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. ഇരുകരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി, സകല വിശുദ്ധരുടെ മധ്യസ്ഥം വഴി ദൈവകരങ്ങളെയൊക്കെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമുഖ